പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 100ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പ് ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഫെലോഷിപ്പായി ക്രമീകരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദൈവവചന സന്ദേശത്തിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ തോമസ് ജേക്കബ് ജിദ്ദയെന്നുമാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസിന്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലാണ്. ഇപ്പോൾ ജിദ്ദയിൽ ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ബഥേൽ ഗോസ്പൽ അസംബ്ലി എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെട്ടിരിക്കുന്ന പ്രിയ ദേവദാസനെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ താങ്ക്സ് ഗിവിംഗ് സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്താം. പ്രിയ ദേവദാസന്റെ ശുശ്രൂഷ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ ആയിരുന്ന് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ക്രിസ്തുയേശുവിന്റെ നിസ്തുലമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഈ മീറ്റിംഗ് അതിൻ്റെ 100ാമത്തെ മീറ്റിംഗ് ആണല്ലോ ഇന്ന്. വിശേഷാൽ പോയ വർഷങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊരു കൂടിവരവ് ക്രമീകരിച്ച് ഇത്രത്തോളം ജയകരമായി മുന്നോട്ട് പോകുവാൻ ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിൻ്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറത്തായിട്ടുള്ള ഒരുപാട് ശ്രമം ഉണ്ട്. അതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത് കഴിഞ്ഞ നാളുകളിൽ അനേകർക്ക് പ്രയോജനമാകത്തക്ക നിലയിൽ ഈ കൂടിവരവ് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഡെന്നീസ്, തൻ്റെ സഹധർമ്മിണി സിസ്റ്റർ സിജി, അതുപോലെ പ്രാർത്ഥനയിൽ കൈത്താങ്ങലായി അവരോടൊപ്പം ചേർന്ന് ആയിരിക്കുന്ന വാത്സല്യ മാതാവ്, അവരെല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മേൽക്കുമേൽ ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ ഈ കൂട്ടായ്മ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ഭൃത്യൻ പാസ്റ്റർ ഷൈജു ദേവദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ ദാസനും ഈ ആത്മീയ ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. മുമ്പ് പാട്ടുപാടിയ വത്സലിയ സഹോദരി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവമെങ്കിൽ പ്രിയ പൈതൽ സ്റ്റീവനും അല്പസമയത്തിന് ശേഷം ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആശംസ അറിയിച്ച പ്രിയപ്പെട്ടവർ, എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ടിന്റെ ഇരടികൾ പാടി നമുക്ക് അല്പസമയം കൂട്ടായി തിരുവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ഈ പകൽക്കാലം കർത്താവ് സഹായിക്കട്ടെ. വിശേഷാൽ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എനിക്കറിയാം എന്നേക്കാൾ പ്രാഗൽഭ്യമുള്ളവരും സീനിയേഴ്സായിട്ടൊക്കെ ഉള്ള അനേക ദൈവദാസന്മാർ കഴിഞ്ഞ നാളുകളിൽ ഈ പ്ലാറ്റ്ഫോമിൽ അനുഗ്രഹിക്കപ്പെട്ട വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവരിൽ പലരും ഇന്ന് ഈ കൂട്ടായ്മയിലുണ്ട്. സ്തോത്രം. എന്നാൽ പ്രിയ സിജി സിസ്റ്റർ ഇപ്പോൾ ഗൾഫിലായിരിക്കുകയും ഞങ്ങളോട് ഒരുമിച്ച് ഞങ്ങളുടെ കൂട്ടായ്മയിൽ മെമ്പറായിരിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇന്ന് ഈ കൂട്ടായ്മയിൽ മറ്റൊന്നും പരിഗണനാ വിഷയമല്ല, ഇതിനെല്ലാം അപ്പുറത്തായിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കുകൊള്ളണമെന്നുള്ളവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നു. എല്ലാത്തിനുമായി നന്ദി കരയേറ്റുന്നു. കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വഞ്ചിതമരുളിടും വാനവർക്കദീപാനി വന്നിടുക വരം തന്നിടുക. വഞ്ചിതമരുളിടും വാനവർക്കദീപാനി വന്നിടുക വരം തന്നിടുക. തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ, തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ, അഞ്ചിടാതെ പരം
കെഞ്ചിടുന്നേ. അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ. പൊന്നിലും അഖിലമി മണ്ണിലും അതുവിധം വിണ്ണിലും വിലയേറും നിൻവചനം. പൊന്നിലും അഖിലമി മണ്ണിലും അതുവിധം വിണ്ണിലും വിലയേറും നിൻവചനം. ഇന്നു ധരിച്ചു ഞങ്ങൾ ധന്യരായി തീരുവാൻ. ഇന്നു ധരിച്ചു ഞങ്ങൾ ധന്യരായി തീരുവാൻ. മന്നവനേ ദയ ചെയ്യണമേ. മന്നവനേ ദയ ചെയ്യണമേ. പൂവിലും മണ്ണമേറും പൊന്നിലും ഒളി ചിന്നും തേനിലും മധുരമേ നിൻവചനം. പൂവിലും മണ്ണമേറും പൊന്നിലും ഒളി ചിന്നും തേനിലും മധുരമേ നിൻവചനം. രാവിലും പകലിലും ജീവനായി പമിച്ചുവൽ. രാവിലും പകലിലും ജീവനായി പമിച്ചുമൽ. ഭാവിയനുഗ്രഹമാക്കണമേ. ഭാവിയനുഗ്രഹം ആക്കണമേ. വാഞ്ചിതമരുളിടും വാനവർക്കധിപ നീ വന്നിടുക വരം തന്നിടുക. വാഞ്ചിതമരുളിടും വാനവർക്കധിപ നീ വന്നിടുക വരം തന്നിടുക. സന്തോഷമുള്ള കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. നമുക്ക് സുപരിചിതമായിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം സദാ നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും പ്രസംഗം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ ഇന്ന് രാത്രികാലം ഈ ഭാഗം ഞാൻ എടുക്കുമ്പോൾ എനിക്കറിയാം സമയപരിധികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. സ്തോത്രം. എന്നാൽ അതിന് നടുവിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ശോധന ചെയ്യുന്ന ഒരു രാത്രികാലമാകേണ്ടതിന് ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ നാം വായിച്ചത് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. നിശ്ചയമായിട്ടും ദൈവജനം സ്തോത്രം ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. നമുക്കറിയാം, അനേകരെ തെറ്റിച്ച, അനേകരെ തെറ്റിക്കുന്ന, അനേകർ തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീക പോർക്കളത്തിലാണ് നാം ആയിരിക്കുന്നതെന്ന് ഇന്ന് രാത്രികാലം മറന്നു പോകരുത്. പാട്ടുകാരനോട് ചേർന്ന് നാം ചിന്തിക്കുമ്പോൾ പാട്ടുകാരൻ പറയുന്ന ഈ ആത്മീക യാത്രയിൽ മുന്നോട്ട് കടന്നുപോയ അനേകരിൽ പലരും വഴിയാത്രയിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, വഴിയാത്രയിൽ തളർന്നു പോയിട്ടുണ്ട്, വഴിയാത്രയിൽ മടുത്ത് പിന്മാറിപ്പോയിട്ടുണ്ട്. അനേകരും ഈ വഴിയാത്ര മതിയാക്കി പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവമക്കളെ നാം ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരുന്നു അല്പസമയം തിരുവചനം കേൾക്കുമ്പോൾ തീക്ഷ്ണമായ സ്തോത്രം തിയോളജി കേൾക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് പ്രായോഗികമായ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം നാം ഏത് സ്ഥിതിയിലായിരിക്കുന്നു, നാം ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ഇടയാകണം. നമുക്കറിയാം, ഈ ലോകം പിശാചിന്റെ അധീനതയിൽ കിടക്കുകയാണ്. അവൻ ആധിപത്യമുള്ള എല്ലാ മേഖലകളിലും കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിച്ച് കളയുവാൻ മുഴുബലത്തോടെ അത്യധ്വാനം ചെയ്യുന്ന ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന പിശാചിനെ നമുക്ക് അറിയാം. സ്തോത്രം. നമുക്കറിയാം, അനേകർ ദൈവകൃപയിൽ ആയിരുന്ന അനേകർ പിശാചിന്റെ തന്ത്രങ്ങളാൽ ബാധിക്കപ്പെട്ട് അവർ ദൈവകൃപയിൽ നിന്ന് അന്യമായി പോയത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് രാത്രികാലം
ആമേൻ ഒരു വശത്ത് പിശാചിന്റെ ആധിപത്യവും അവൻ്റെതായ അവകാശവാദങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ, അതിനപ്പുറത്ത് നമ്മെ സൂക്ഷിക്കുവാൻ കഴിയുന്ന, നമ്മെ ഹല്ലേലൂയ സംരക്ഷിപ്പാൻ കഴിയുന്ന, തന്നിൽ ആശ്രയിക്കുന്ന തന്റെ ജനത്തെ പരിപാലിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ശത്രുവിന്റെ ആരവം കേട്ട് ഭയക്കുവാനല്ല, അതിനപ്പുറത്ത് നമ്മെ നടത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ ശരണപ്പെട്ട് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം നമുക്ക് ഇടയായിത്തീരണം. സ്തോത്രം. നാം ഒരു വിഷയം ഹല്ലേലൂയ പ്രതീക്ഷിച്ച് അതിന് പിന്നിൽ അധ്വാനിക്കുന്നത് പോലെ തന്നെ പല നിലകളിൽ ആമേൻ ശത്രുവായവൻ നമ്മുടെ ലക്ഷ്യം തെറ്റിക്കേണ്ടതിന് ആമേൻ സ്തോത്രം നമുക്കെതിരായി മുന്നോട്ട് വരും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. നമുക്കറിയാം ആമേൻ മറ്റൊരു ആമേൻ വാക്യം കൂടെ അല്ലെങ്കിൽ ഞാൻ വായിക്കുവാനായിട്ട് ആമേൻ സ്തോത്രം ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ ആമേൻ സ്തോത്രം 11-ാം വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാ വായിക്കുന്നത്: പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. നമുക്കറിയാം സ്തോത്രം, പെസഹ ആചരിക്കുന്ന ആ സമയത്ത് സ്തോത്രം യാക്കോബ് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ആദ്യ രക്തസാക്ഷിയായി ഹെരോദാവ് വധിക്കുവാനായിട്ടിടയായി. അത് യഹൂദാ ജനത്തിന് അത്യന്തം സന്തോഷമായി എന്നുള്ളത് കൊണ്ട് അവരുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് പിന്നെയും അതേ നിലയിൽ ആമേൻ കർത്താവിന്റെ സാക്ഷികളായി നിന്ന അപ്പോസ്തലന്മാരെ ആമേൻ കൊന്നുകളയേണ്ടതിന് ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ആമേൻ സകല ആമേൻ സ്തോത്രം അധികാരത്തോടെയും അടുത്തു വന്നതിന്റെ നടുവിൽ ആമേൻ സ്തോത്രം പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവമക്കളെ ആമേൻ സ്തോത്രം എല്ലാ അധികാരത്തോടെയും ശത്രുവായവൻ മുഴുബലത്തോടെ പത്രോസിനെതിരെ തിരിയുമ്പോൾ ദൈവസഭ അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവസഭയുടെ പ്രാർത്ഥനയുടെ നടുവിൽ ആമേൻ തടവറയിൽ അടയ്ക്കപ്പെട്ടവൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഉറങ്ങുന്നതിന്റെ നടുവിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത്: ആമേൻ പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ആമേൻ ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷകളിൽ നിന്നും അവനെ വിടുവിച്ചു എന്ന് ഞാൻ വാസ്തവമായി ഇപ്പോൾ അറിയുന്നു എന്ന് പത്രോസ് സാക്ഷിക്കുകയാണ്. സത്യത്തിൽ ഒരു ദിവസം കൂടെ പിന്നിട്ടാൽ ആമേൻ ഗളച്ഛേദം ചെയ്ത് തന്നെ ഈ ലോകത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞ് യഹൂദാ ജനത്തിന്റെ പ്രീതിക്കായി കാക്ഷിക്കുന്ന ആമേൻ സ്തോത്രം ഹെരോദാവ് ശത്രുവിന്റെ കരത്തിൽ ഉപയോഗിക്കപ്പെട്ടവനായി ദൈവജനത്തിന് എതിരെ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ശത്രുവിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണുവാൻ കഴിയും. ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ശത്രുവിന് അവൻ്റെതായ നിലയിൽ ദൈവ മക്കൾക്കെതിരെ ചില പ്രതീക്ഷകളുണ്ട്. സ്തോത്രം. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് നടുവിൽ പ്രാർത്ഥിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി പത്രോസിനെ വിടുവിച്ച ദൈവത്തിന്റെ സാന്നിധ്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി വിടുതൽ ചെയ്യുവാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രി ഹല്ലേലൂയ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഒരു പക്ഷേ ആമേൻ മുൻവിധി ഹല്ലേലൂയ പറഞ്ഞ് അല്ലെങ്കിൽ അതിരു വെച്ച് ആമേൻ നിന്നെ അതിനപ്പുറത്തേക്ക് വിടുകയില്ലെന്ന് പറയുന്ന ശത്രുവിന്റെ പല പ്രതീക്ഷകൾ നിനക്കെതിരെ നീ അറിയാതെ ഉയർന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വിടുതലുണ്ടെന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്. ഒരു വശത്ത് ഹെരോദിനെ നാം കാണുമ്പോൾ അവൻ ആ ദേശത്തിന്റെ അധികാരിയാണ്. സ്തോത്രം. അവൻ ആജ്ഞാപിച്ചാൽ അത് നിറവേറ്റുവാൻ സമയബന്ധിതമായി പുറപ്പെട്ടു പോകുവാൻ ആമേൻ സ്തോത്രം അനേക ഭൃത്യന്മാരുള്ളപ്പോൾ അവന് മീതെ ഒരു മാനുഷികരം ഉയരുവാൻ സാധ്യതയില്ലാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം ഉന്നതനും മീതെ ഒരു ഉന്നതനും അതിനു മീതെ ഒരു അത്യുന്നതനും പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ജാഗരിക്കുന്നുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവജനം മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടുന്ന വിഷയത്തിന് നടുവിൽ
അല്ലെങ്കിൽ ഇനിയും അതിനപ്പുറത്ത് ഞാൻ എങ്ങനെ ഒരു സ്റ്റെപ്പ് വെക്കുമെന്ന് വിചാരിച്ച് ആരെങ്കിലും മനം കലങ്ങി ഇതിന്റെ നടുവിലായിരിക്കുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, മാനുഷിക പ്രതീക്ഷകൾക്കപ്പുറത്ത് അവ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരെ. പ്രൈസ് ദി ലോർഡ്. 12-ാം അധ്യായം അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത്: കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടും പത്രോസ് അവൻ ശാന്തമായി ഉറങ്ങുകയാണ്. അങ്ങനെ ആർക്കും ഉറങ്ങുവാനായിട്ട് കഴിയത്തില്ല. ചെറിയ വിഷയങ്ങളിൽ പോലും അവൻ വളരെ ടെൻഷൻ അടിക്കുന്ന സ്തോത്രം അനേകർ നമ്മുടെ മധ്യത്തിലുണ്ട്. വിശ്വാസ സമൂഹത്തിൽ കർത്താവിൽ ശരണപ്പെട്ട് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ വിളിക്കപ്പെട്ട സ്തോത്ര കൂട്ടമായിരിക്കെ ചെറിയ വിഷയങ്ങളിൽ പോലും വളരെ ഭാരപ്പെടുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്ന സ്തോത്രം ദൈവമക്കൾ സ്തോത്രം അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തിരുവചനം നമ്മോട് പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ ഏറ്റുകൊള്ളുക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞൊരു കർത്താവ് ആശ്വാസദായകനായി സകലത്തിലും സകലവുമായി ഇന്നും നമ്മുടെ കാര്യങ്ങളെ നമ്മെ നടത്തി തരുവാൻ ശക്തിയുള്ളവനായി നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിലും പലപ്പോഴും അവനിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ ഹല്ലേലൂയ സ്വതം നമുക്ക് കഴിയത്തില്ല. അവിടെയാ ഞാൻ ഈ വായിച്ച വാക്യം, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തി 12 അതിന്റെ 6-ാം വാക്യത്തിന്റെ പ്രസക്തി. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടും സ്തോത്രം തന്റെ ഹല്ലേലൂയ സഹോദരനായിരുന്ന സ്തോത്രം യാക്കോബ് ഗളച്ഛേദം ചെയ്യപ്പെട്ട് സ്തോത്രം രക്തസാക്ഷിയായിട്ടും പത്രോസ് കാരാഗ്രഹത്തിൽ ശാന്തമായി ഉറങ്ങുകയാണ്. സ്തോത്രം. അതിന്റെ സ്തോത്രം താല്പര്യം ഇത്രയുമേ ഉള്ളൂ. സ്തോത്രം ഇവിടെ നാം കാണുന്നത് ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നടുവിലും പത്രോസ് കേട്ടൊരു ദൈവ ശബ്ദമുണ്ട്. നീ വയോധികനായി സ്തോത്രം നീ തന്നെ അരമുറുക്കി സ്തോത്രം ഹല്ലേലൂയ നല്ല പ്രായം ഹല്ലേലൂയ സ്തോത്ര പ്രായത്തിലേക്ക് നീ കടന്നു പോകുമെന്ന് അവൻ കേട്ട ഒരു ദൈവിക വാഗ്ദത്തമുണ്ട്, ഒരു ദൈവ ശബ്ദമുണ്ട്. സ്തോത്രം. അവനൊരു കാര്യം അറിയാം, ഹല്ലേലൂയ, പിന്മാറി പോയിട്ടും എന്നെ തേടി തിബരിയാസിലേക്ക് കടന്നു വന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവൻ പിന്മാറിപ്പോയിട്ടും അവനെ തേടി വന്ന ഒരു നല്ല കർത്താവ് ഹല്ലേലൂയ സ്തോത്രം അവനുണ്ട്. അഭിഷേകത്താൽ അവനെ നിറച്ച് ജനസാമാന്യത്തിന് നടുവിൽ തന്നെ ശക്തിയോടെ നിർത്തിയ സ്തോത്രം ഒരു കർത്താവ് അവനുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ആത്മനിറവോടെ ദൈവജനത്തിന്റെ നടുവിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അതിനെതിരെ ഉയർന്നു വന്ന മാനുഷ്യ ഉയർച്ചയെ നോക്കിക്കൊണ്ട് പത്രോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്: ദൈവത്തെക്കാൾ അധികം ഞാൻ മനുഷ്യനെ അനുസരിക്കണമോ? പ്രതികൂലമാണ് തന്റെ മുമ്പിലെങ്കിലും ഇന്ന് രാത്രി തന്നെ ഉറപ്പിച്ചു നിർത്തിയത് തന്നിൽ പകർന്ന അഭിഷേകമാണ്. സ്തോത്രം. ദൈവവൈദ്യലെ ഇന്ന് രാത്രി കാലം നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ ശത്രുവിന്റെ സകല പ്രതീക്ഷകൾക്കും മീതെ സഞ്ചരിക്കുവാൻ, ശത്രുവിന്റെ സകല സ്തോത്രം ഹല്ലേലൂയ ചിന്തകൾക്കും അപ്പുറത്തായി സഞ്ചരിക്കുവാനുള്ള ആത്മബലം നാം ഇന്ന് രാത്രി സ്തോത്രം ഒരിക്കൽ കൂടെ ഒന്ന് ഉറപ്പിക്കുവാൻ ഇടയായി തീരണം. നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവനാണെങ്കിൽ, ദൈവത്തിൽ നീ ശരണപ്പെടുന്നവനാണെങ്കിൽ സ്തോത്രം ഒരു ശത്രുവിനും നിന്നെ തോൽപ്പിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. അവന്റെ സകല തന്ത്രങ്ങളെയും ജയിപ്പാൻ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്തോത്രം ഹല്ലേലൂയ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല സ്തോത്രം അധികാരങ്ങളെയും ജയിപ്പാൻ ദൈവം നമുക്ക് അധികാരം തന്നെങ്കിൽ ഇന്ന് രാത്രി ആ അധികാരത്തിൽ മറഞ്ഞിരുന്ന് എത്ര പേർക്ക് ആമീൻ പറയുവാൻ കഴിയും? എന്നെ അലട്ടുന്ന സകല വിഷയത്തിന്റെ നടുവിലും, എന്നെ ഭാരപ്പെടുന്ന സകല വിഷയത്തിന്റെ നടുവിലും, എനിക്ക് അതിരുവച്ചിരിക്കുന്ന പല വിഷയത്തിന്റെ നടുവിലും എന്നെ വിടുകയില്ലെന്ന് പറയുന്ന ശത്രുവിന്റെ സകല വാദത്തിന് മുമ്പിലും ഹല്ലേലൂയ ഞാൻ അതിനെ ജയിക്കും, ഞാൻ അതിനെ മറികടക്കും. ഹല്ലേലൂയ. എനിക്ക് ജയം തരുന്ന സ്തോത്രം ഒരു സർവശക്തൻ എനിക്ക് വേണ്ടി ഇന്നും ജാഗരിക്കുകയാ. അവൻ എനിക്ക് വേണ്ടി ഇന്നും ജാഗരിക്കുകയാ.
അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ അധികാരത്തിന് മുമ്പിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ, സ്തോത്രം, എല്ലാ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും വിടുവിക്കുവാൻ ആ ദൈവം മതിയായവനാണെന്ന് നമുക്ക് ഉറയ്ക്കുവാൻ ഹല്ലേലൂയ ഇടയായി തീരണം. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, എസ്തേറിനോട് ചേർന്ന് നാം ചിന്തിച്ചാൽ ആമേൻ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. ആമേൻ, യഹൂദ ജനത്തെ കൊന്നൊടുക്കുവാൻ തീർപ്പ് കൽപ്പിക്കുന്നതിന് നടുവിൽ താൻ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ചെല്ലും, രാജാവിനെ കാര്യങ്ങൾ ബോധിപ്പിക്കും. ക്രമപ്രകാരം അവൾക്ക് ഹല്ലേലൂയ സ്തോത്രം ആമേൻ അവസരമില്ലെങ്കിലും ക്രമം തെറ്റിച്ച് തന്റെ ജനത്തിനു വേണ്ടി കടന്നു ചെല്ലുവാൻ അവൾ ഒരു തീരുമാനമെടുത്ത് സ്തോത്രം രാജസന്നിധിയിലേക്ക് അവൾ കടന്നു ചെല്ലുക. ചുരുക്കവാചകങ്ങൾ പറയുക. ഹല്ലേലൂയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം തന്റെ ജനത്തിനെതിരായി സ്തോത്രം ഒരുക്കപ്പെട്ട സകല പദ്ധതിയുടെയും നടുവിൽ എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായി, പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവമായി, ആളത്തമായി വിഷയത്തിന് നടുവിൽ ഹല്ലേലൂയ ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയും? ഹല്ലേലൂയ സ്തോത്രം. ആര് ഏത് നിലകളിൽ ഏത് പദ്ധതിയുമായി വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ ഒരു പക്ഷേ ശത്രുവിന് മുമ്പിൽ അശക്തനാണെന്ന് അവന് തോന്നാം. എന്നാൽ ഇന്ന് രാത്രി നിന്റെ ബലത്തിന്റെ മീതെ ഹല്ലേലൂയ ബലം പകരുന്ന ഒരു ദൈവം നമുക്കായിട്ടുണ്ട്. കോരസിന്റെ കരത്തിനുമേൽ ഹല്ലേലൂയ യഹോവയുടെ കരം നീട്ടപ്പെട്ടപ്പോൾ ഹല്ലേലൂയ മനുഷ്യന് അപ്രാപ്യമായ വിഷയത്തെ അവസ്ഥത്വം തന്റെ കരത്താൽ ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവനെ ബലപ്പെടുത്തി. ഹല്ലേലൂയ മോശയെ യഹോവ ബലപ്പെടുത്തി. ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ആ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന മുർദെഖായിക്ക് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി മറയപ്പെട്ട വിഷയത്തെ തക്ക സമയത്ത് ഓർപ്പിച്ച് അതിന്റെ മേൽ ഹല്ലേലൂയ രേഖയെ തിരുത്തുന്ന ഒരു ദൈവം എനിക്കും നിനക്കും വേണ്ടി ഉണ്ട്. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ശത്രുവിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്ന ദൈവമായി ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം. ആദിമ നൂറ്റാണ്ടിൽ ഹല്ലേലൂയ നൂറ്റാണ്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഈ അത്ഭുതം തീർന്നു പോയിട്ടില്ല. ഇന്നും ലൈവായി വിശ്വസിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി അടയാളത്തോടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ പത്രോസിന് വേണ്ടി മാത്രമല്ല, മുർദെഖായിക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും നിനക്കും വേണ്ടി, നമുക്ക് വേണ്ടി അവൻ ഇന്ന് രാത്രിയും പ്രവർത്തിക്കുവാൻ ഈ ദൈവം ഹല്ലേലൂയ മതിയായവനായ ഹല്ലേലൂയ സ്തോത്രം ദൈവമാ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദാനിയേലിനെ സ്തോത്രം സിംഹത്തിന്റെ കുഴിയിൽ ഇടുമ്പോഴും അവൻ ഹല്ലേലൂയ പ്രതീക്ഷ കൈവിടാതെ ആ ദൈവത്തിൽ ശരണപ്പെട്ടിട്ട് ആ ദൈവത്തെ മാത്രം സേവിക്കുമെന്ന തീരുമാനത്തോടെ നിൽക്കുവാൻ ഇടയായി. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അവനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടതായ രാജാവ് ഹല്ലേലൂയ പിറ്റേ ദിവസം ഹല്ലേലൂയ അവനെ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ, നീ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിച്ചു. ശാന്തമായി ഹല്ലേലൂയ അവനെ ഇട്ട കിണറ്റിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ആ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് ഹല്ലേലൂയ ഒരു നേർത്തമായ ശബ്ദം ഹല്ലേലൂയ സ്തോത്രം താൻ ഇങ്ങനെ കേൾക്കുകയാ, അതേ രാജാവേ, ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ വിടുവിച്ചു. എന്തിനാ അവൻ സിംഹത്തിന്റെ കുഴിയിലിട്ടത്? സ്തോത്രം വിശപ്പോടെ ആയിരിക്കുന്ന സിംഹം അവനെ ചിന്തിക്കളയുമെന്ന സ്തോത്ര പ്രതീക്ഷയോടെയാ അവന്റെ ആരാധന അവിടം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ശത്രുവിന്റെ ഹല്ലേലൂയ സ്തോത്രം വലിയ പ്രതീക്ഷയുടെ നടുവിലാ ഇന്ന് രാത്രികാലം ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ നടുവിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കറിയാം സ്തോത്രം യേശുവിനെ സ്തോത്രം തകർക്കേണ്ടതിന് എല്ലാ പദ്ധതികളുമായി സ്തോത്രം ഹല്ലേലൂയ എല്ലാവരും ഒരുങ്ങിയെങ്കിലും നാം അവിടെ വായിക്കുന്നത് സ്തോത്രം എല്ലാ ശത്രുവിന്റെ പ്രതീക്ഷകളിൽ നിന്നും മരണ പാതാളത്തെ ജയിച്ച് കർത്താവ് വിടുവിക്കപ്പെട്ട് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സകലത്തെയും ജയിച്ച് ആത്മാവിനാൽ അവൻ ഉയർക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി കാലം ഈ അഭിഷേകത്തിന്റെ ശക്തി
ഹല്ലേലൂയ, പാതാള ഗോപുരങ്ങളെ ജയിപ്പാൻ ശക്തി തരുന്നതാ. മരണപാശങ്ങളെ ആമേൻ സ്തോത്രം തകർക്കുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പാപത്തിന്റെ സകല ബന്ധനങ്ങളെയും കാൽവറിയിൽ തകർക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, കാരണമായതാണെങ്കിൽ ഇന്ന് രാത്രി കാലം ആമേൻ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ശത്രുവായവൻ ഏത് പ്രതീക്ഷയോടും നിനക്കെതിരായി നിൽക്കട്ടെ, അതിന്റെ നടുവിൽ നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഹല്ലേലൂയ ഒരു സർവശക്തനായ ദൈവം ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടിയുണ്ട്. അവന്റെ പക്ഷത്ത് ചേർന്നായിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആത്മീക പോർക്കളത്തിൽ ആമേൻ ഒരു ദൈവ പൈതലിനെതിരെ ആമേൻ പല നിലകളിലുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ശത്രുവായവൻ ഹല്ലേലൂയ പോരാടുന്നത്. എന്നാൽ ഹല്ലേലൂയ അതിന്റെ എല്ലാം നടുവിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ നടത്തുവാൻ, തന്നിൽ ആശ്രയിക്കുന്ന തന്റെ ജനത്തെ വിടുവിക്കുവാൻ, തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഹല്ലേലൂയ യഹോവയുടെ ദൃഷ്ടി ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മതപനം ചെയ്ത് ദൈവസന്നിധി തന്റെ വിഷയത്തെ വെച്ച് ദൈവത്തിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു പക്ഷേ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ശത്രുവായും പറയുന്ന ഹല്ലേലൂയ സ്തോത്രം രാത്രി എന്റെ ദൈവം എനിക്കും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ചങ്ങലകളെ പൊട്ടിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ, നമുക്കറിയാം പത്രോസ് ഹല്ലേലൂയ ബന്ധനത്തിലായിരിക്കുമ്പോൾ ആമേൻ 6 ആമേൻ സ്തോത്രം കാവൽക്കാരെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിർത്തി. ആമേൻ സ്തോത്രം, അവന്റെ കരം ഈ ആമേൻ സ്തോത്രം സേവകന്റെ കരത്തോട് ചേർത്ത് ബന്ധിച്ചുവെങ്കിലും എന്റെ ദൈവം ഹല്ലേലൂയ അവനെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ ചങ്ങലയാൽ പരസ്പരം അറിയാതെ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി മഹത്തമായി ഇറങ്ങിയെങ്കിൽ ദൈവപൈതലേ, ദൃഷ്ടാന്തമായി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്റെയും നിന്റെയും ഉറപ്പിന് വേണ്ടിയ ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ ഞാനും നീയും പുതുകി വന്ന് ആത്മാവിൽ ശക്തിയോടെ ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ ഹല്ലേലൂയ നാം പൂർണ്ണതയുള്ളവരായി തീരേണ്ടതിനു വേണ്ടിയാ രാത്രി ചില സൂചനകളിലൂടെ ചില വ്യക്തികളെ ഞാൻ ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ആമേൻ സ്തോത്രം, ഒരേ ഒരു കാര്യം സ്പെസിഫിക്കായി നിങ്ങളോട് പറയുവാനാ. അവൻ ശത്രു എല്ലാ കാലവും തന്റെ ജനത്തിനെതിരെ അവന്റേതായ തന്ത്രങ്ങളുമായി അടുത്തു വരുമെന്നാൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിനെ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് വിടുവിക്കുവാൻ മതിയായ ദൈവം എനിക്കും നിനക്കും വേണ്ടി ഹല്ലേലൂയ ഇന്നും പ്രവർത്തിപ്പാൻ ഹല്ലേലൂയ മതിയായവനായിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ദൈവ പൈതലേ, നാം പലപ്പോഴും വിഷയത്തിന്റെ നടുവിൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ പല അണ്ടർ എസ്റ്റിമേഷനിലേക്ക് വരും. നാം തന്നെ പലപ്പോഴും പലതിനും അതിരിടും. വാക്തത്വമുണ്ട്, ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചവരാ ആബസ്തോത്ര പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമാകുമ്പോൾ നിരാശയുടെ വാക്ക് പറയുന്ന അനേകരെ നാം കണ്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, നാം സേവിക്കുന്ന ദൈവം സ്തോത്രം നമ്മെ വിടുവിക്കുവാൻ മതിയായവനായ ദൈവമാ. ഹല്ലേലൂയ സ്തോത്രം. ശൗമേലിന്റെ 1-ാം പുസ്തകം 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് സ്തോത്രം നാം കടന്നു വരുമ്പോൾ അനന്തരം ഹല്ലേലൂയ ദാവീദ് സ്തോത്രം ഇങ്ങനെ പറയുകയാ, ഒരു ദിവസം ഞാൻ ശൗലിനാൽ സ്തോത്രം തകർക്കപ്പെട്ടു പോകും. കാരണം അവൻ ഒളിക്കാവുന്ന ഇടത്തെല്ലാം താൻ പോയി ഒളിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ശ്രമിച്ചു. തനിക്ക് കടന്നു പോകുവാൻ സ്തോത്രം കഴിയുന്ന എല്ലാ സുരക്ഷിത സ്ഥാനങ്ങളെയും താൻ അന്വേഷിച്ചു. വിട്ടുമാറാതെ തന്നെ പിന്തുടരുന്ന ശത്രുവിന്റെ സ്തോത്ര പിന്തുടർച്ചയുടെ നടുവിൽ അല്പം ചഞ്ചലപ്പെട്ടിട്ട് താൻ പറയുകയാ, ഒരു ദിവസം ഞാൻ ശൗലിനാൽ ഹല്ലേലൂയ സ്തോത്രം മരണപ്പെടും. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കളെ, തിരുവെഴുത്തിൽ നാം വായിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം ദാവീദ് അങ്ങനെ ഹല്ലേലൂയ ശത്രുവിനാൽ മരിച്ചില്ല. താൻ പോലും പ്രതീക്ഷിക്കാത്ത 40 സംവത്സരം സ്തോത്രം യഹൂദയ്ക്ക് ഹല്ലേലൂയ രാജാവായിരുന്നു.
അവൻ വയോധികനായി തന്റെ മകന് അവൻ രാജ്യഭരണം ഏൽപ്പിച്ച് കർത്താവിന്റെ സമയത്ത് അവൻ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി ദൈവവൈതലേ, നീ അതിലിടുന്ന വിഷയത്തിന്റെ നടുവിലും ഹല്ലേലൂയ നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറത്തായി നിനക്ക് വേണ്ടി ദൈവിക പദ്ധതികളെ നിറപടിയായി നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ നിന്നെ രാജാവാക്കുവാൻ ദൈവം പദ്ധതി ഇട്ടാൽ ഹല്ലേലൂയ സ്തോത്രം, അതിനെതിരെ ഏത് ശൗല് വാളെടുത്താലും അവൻ സ്തോത്രം അതിന്റെ അപ്പുറത്തായി, നിന്റെ പ്രതീക്ഷയ്ക്ക് പോലും അപ്പുറത്തായി അവൻ നിനക്ക് വേണ്ടി അവൻ സ്തോത്രം അതിനെ ഉറപ്പിക്കുന്ന ഒരു സർവശക്തൻ നമുക്ക് ആയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ ഹല്ലേലൂയ ചിന്തിക്കാറുണ്ട്. ദാവീദ് പോലും ചിന്തിച്ചില്ല താൻ യഹൂദയിൽ 40 സംവത്സരം രാജാവായിരിക്കുമെന്ന്. അവേ സ്തോത്രം, ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മൾ പിന്നിട്ട വഴികളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഹല്ലേലൂയ ഒരിക്കലും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ലെന്ന് നമ്മൾ വിചാരിച്ച് പല വിഷയങ്ങളെ സറണ്ടർ ചെയ്ത് അവേ സ്തോത്രം ഇനി ഒരു പ്രതീക്ഷയും അതിന് മേൽ ഇല്ലെന്ന് പറഞ്ഞ് വാതിലടച്ച് ഹല്ലേലൂയ നിരാശപ്പെട്ടതിന്റെ നടുവിൽ ദൈവം പ്രവർത്തിച്ച വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയാകണം. അങ്ങനെയാണെങ്കിൽ ശത്രുവിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായി പ്രവർത്തിക്കുന്ന ദൈവം നാം പലപ്പോഴും അതിലിടുന്ന വിഷയത്തിന്റെ അപ്പുറത്തും നമുക്ക് വേണ്ടി തന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന ദൈവമാണ്. വാഗ്ദത്തം കേൾക്കാത്ത ആരും ഇതിന്റെ അകത്ത് ഹല്ലേലൂയ സ്തോത്രം അവൻ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആമേൻ. നീ കേട്ട വാഗ്ദത്തം ആമേൻ എന്ത് തന്നെയായിരുന്നാലും അത് സമയം താമസിച്ചത് കൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് നീ ആയിരിക്കുന്നെങ്കിലും ഇന്ന് രാത്രി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ എത്ര ഹല്ലേലൂയ ദീർഘത അതിന്റെ മേൽ വന്നാലും ആമേൻ എന്റെ ദൈവം വാക്കുമാറാത്ത ദൈവമാ. എന്റെ ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവമാ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ ഈ ദൈവം മതിയായവനായ ദൈവമാ. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും, പല സന്ദർഭങ്ങളിൽ അവൻ പ്രതീക്ഷയറ്റതിന്റെ നടുവിൽ ഹല്ലേലൂയ എപ്പോൾ പുറപ്പെടണമെന്ന് അവനോട് ആലോചന പറയുന്ന സ്തോത്രം ദൈവം അവന് വേണ്ടി വയലിൽ അവനോട് സംവാദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഏലിയാവ് ഒരിക്കൽ ഇങ്ങനെ പറയുകയാ, സ്തോത്രം, മതി യഹോവേ, നീ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാക്കി. ഹല്ലേലൂയ ഇത്രത്തോളം ഞാൻ ഹല്ലേലൂയ ആയിരുന്നു. എന്നാൽ ഈ സഭയിലെ വെല്ലുവിളിയുടെ നടുവിൽ ഹല്ലേലൂയ നിന്നുകൊണ്ട് ഹല്ലേലൂയ താൻ പറയുകയാ, ഹല്ലേലൂയ ഇനിയും എനിക്ക് അപ്പുറത്തോട്ട് പോകുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ നാം ഇങ്ങനെയാ വായിക്കുന്നത്, തന്റെ ഭൃത്യന്മാരെയൊക്കെ ദൂരത്ത് നിർത്തിയിട്ട് താൻ ഹല്ലേലൂയ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഹല്ലേലൂയ മരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്തോത്രം ആമേൻ ആ മരുഭൂമിയിൽ ഹല്ലേലൂയ തന്നെ ആശ്വസിപ്പിക്കേണ്ടതിന് യഹോവയുടെ ദൂതൻ അപ്പവുമായി സ്തോത്രം ഇറങ്ങി വരികയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത്, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തവൻ ശത്രുവിന്റെ ആരവം ഹേതുവായി അല്പം ഹല്ലേലൂയ മാനസിക വിഷമത്തിലായി ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതിന്റെ നടുവിൽ തന്നെ ആശ്വസിപ്പിക്കേണ്ടതിന് തന്റെ പ്രതീക്ഷയ്ക്കപ്പുറത്തായി ഹല്ലേലൂയ തന്റെ ദൂതനെ അയച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ ഹല്ലേലൂയ അവൻ മരുഭൂമിയിൽ ഏലിയാവിനോടുള്ള ബന്ധത്തിൽ നാം കാണുന്നെങ്കിൽ ദൈവപൈതലേ ഹല്ലേലൂയ അവൻ സ്തോത്രം നമ്മുടെ ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പ് ഉയരുന്ന ഹല്ലേലൂയ എല്ലാറ്റിനും മീതെ യഹോവയുടെ കരം നമുക്ക് വേണ്ടി നീട്ടപ്പെടും. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായി. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഉണ്ട്. യാക്കോബ് യോസേഫിനോടുള്ള ബന്ധത്തിൽ വളരെ നിരാശപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 35 വാക്യത്തിൽ അനേകർ തന്നെ ആശ്വസിപ്പിക്കുമ്പോൾ യാക്കോബ് ആശ്വാസം കൈക്കൊള്ളുവാൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ താല്പര്യപ്പെടാതെ താൻ തന്റെ ഹല്ലേലൂയ മകനായ യോസേഫിനെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ
ആമേൻ സ്തോത്രം. യോസഫിന് മാത്രമല്ല, അല്ലിയ അവന് ദൈവം ദാനം കൊടുത്ത തലമുറയും കൂടെ കണ്ട് സന്തോഷിക്കുവാൻ ഹല്ലേലൂയ യാക്കോബിനെ ദൈവം അനുവദിച്ചെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം സാഹചര്യം കൊണ്ട് നാം പലപ്പോഴും നിരാശപ്പെട്ട് സ്തോത്രം മടുത്തു പോകുന്ന വിഷയത്തിന്റെ നടുവിലും നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തായി ഇറങ്ങി വന്ന് തന്റെ ആലോചന നിവർത്തിക്കുന്ന, തന്റെ വാഗ്ദത്തം നമ്മൾ നിവർത്തിക്കുന്ന സർവശക്തൻ ഹല്ലേലൂയ ഇന്ന് നമുക്കായി ജീവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ അവന് മഹത്വം കൊടുക്കുവാൻ ഹല്ലേലൂയ ഇടയായിത്തീരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞ രണ്ട് കാര്യം, ഒന്ന് ശത്രു സ്തോത്രം പലപ്പോഴും അവന്റെ പ്രതീക്ഷയുമായി അടുത്തു വരും. അത് നമ്മെ തകർത്ത് കളയേണ്ടതിനാ. എന്നാൽ അതിന്റെ നടുവിൽ ജയം തരുന്ന, ശത്രുവിന്റെ സകല പ്രതീക്ഷയ്ക്കപ്പുറത്തായി ജയം തരുന്ന ഒരു സർവശക്തൻ ഹല്ലേലൂയ നമുക്കായി ഉണ്ടെന്ന് ഇന്ന് രാത്രി നാം മറന്നു പോകരുത്. രണ്ടാമതാണ് നാം ചിന്തിച്ചത്, നാം പോലും പലപ്പോഴും വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം അത് പൂർണ്ണ നിലയിലാകുന്നതിന് മുമ്പ് സാഹചര്യത്തെ കണ്ട് മടുത്ത് ക്ഷീണിച്ച് പോകുമ്പോൾ ഹല്ലേലൂയ ഇന്ന് രാത്രി നമ്മുടെ വാഗ്ദത്തം കേട്ട നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തായി ഹല്ലേലൂയ നമ്മുടെ നിരാശയുടെ നടുവിൽ ഇറങ്ങി വരുന്ന, ഹല്ലേലൂയ മതി എന്ന് പറയുന്നതിന്റെ നടുവിൽ ഹല്ലേലൂയ അങ്ങനെയല്ല, അതിനപ്പുറത്തായി എന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണെന്ന് സ്തോത്രം പറഞ്ഞ് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ബോധ്യത തന്ന്, ആലോചന തന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്തോത്രം ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. ഇതിന് രണ്ടിനും അപ്പുറത്ത് ദൈവമക്കളെ ഹല്ലേലൂയ ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ട്. ആ അളവിലേക്ക് ഈ ദിവസങ്ങളിൽ നാം ആയിത്തീരുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, മുന്തിരി തോട്ടത്തിൽ നല്ല ഇനം ഹല്ലേലൂയ മുന്തിരി സ്തോത്രം നടുന്ന ഒരു തോട്ടക്കാരനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. ഒരു നല്ല ഫലം പ്രതീക്ഷിച്ച്, ഒരു നല്ല വിളവ് തനിക്ക് ലഭിക്കേണ്ടതിന്, ഫലം ലഭിക്കേണ്ടതിന് ആമേൻ ആ നിലത്തെ താൻ ഒരുക്കുകയാണ്. താൻ ചക്ക കുഴിച്ചിട്ട് സ്തോത്രം കല്ല് പറക്കി കളഞ്ഞ് നേർമയുള്ള നിലമാക്കി ഹല്ലേലൂയ അതിനെ തീർത്തിട്ട് നല്ല ഇനം മുന്തിരി അതിൽ ഹല്ലേലൂയ സ്തോത്രം നടുകയാ. സ്തോത്രം. എന്താ തന്റെ പ്രതീക്ഷ എന്നറിയാമോ? ഇത് വളരണം, ഇതിൽ നിന്ന് നല്ല ഫലം പുറപ്പെട്ടു വരുവാൻ ഇടയായി തീരണം. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മെ വിളിച്ചത് സ്തോത്രം തന്റെ മഹത്വമുള്ള നാമത്തെ സ്തോത്രം ഉയർത്തേണ്ടതിനാണ്. ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിൽ നാം ആയിരിക്കുമ്പോൾ ഇത് ഈ 100ാമത്തെ മീറ്റിംഗിലേക്ക് നാം കടന്നു വരുമ്പോ ദൈവമക്കളെ ഹല്ലേലൂയ ഡെന്നീസിനും സിജിക്കും വാത്സല്യ മാതാവിനും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ചുരുക്കം ചിലർക്ക് വേണ്ടി മാത്രമുള്ള ഉത്തരവാദിത്വമല്ല. നമ്മെ വിളിച്ച ദൈവം ഹല്ലേലൂയ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളം പോയി നാം ഓരോരുത്തരും അവന്റെ സാക്ഷികളാകണമെന്ന. അതിനുവേണ്ടി കാട്ടൊലിവായ നമ്മെ വെട്ടി നട്ടൊലിവായ കർത്താവിനോട് ചേർത്ത് നമ്മെ ഒട്ടിച്ചെങ്കിൽ ദൈവമക്കളെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവന് ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം നാം കാഴ്ചവെക്കണമെന്ന. കർത്താവിനോട് ചേർന്ന് ആ നല്ല മുന്തിരിയോട് ചേർന്ന് സ്തോത്രം നാം നടപ്പെട്ടെങ്കിൽ നല്ല മുന്തിരി കായ്ക്കുന്ന, നല്ല അനുഭവങ്ങളെ കൊടുക്കുന്ന, കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ സ്തോത്രം അതിനു വേണ്ടിയ പ്രതീക്ഷയോടെ കർത്താവ് നമ്മെ ഹല്ലേലൂയ വിളിച്ച് വേർതിരിച്ചത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ സ്തോത്രം നാം കടന്നു വന്ന വഴികളെയൊക്കെ ഹല്ലേലൂയ സ്തോത്രം നാം പരിശോധിക്കുമ്പോൾ, ആത്മഹത്യക്ക് വേണ്ടി തീരുമാനിച്ച നിരാശപ്പെട്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്നൊക്കെ വിചാരിച്ചതിന്റെ നടുവിൽ നമ്മെ വീണ്ടെടുക്കേണ്ടതിന് ദൈവം ചെയ്ത പദ്ധതികളെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാവണം ഇടയായി തീരണം. ഹല്ലേലൂയ. കട്ടൊലിവായ നമ്മെ കുഴഞ്ഞ ചേറ്റിന്റെ അനുഭവത്തിൽ ആയിരുന്ന സ്തോത്രം നമ്മെ പ്രതീക്ഷയോടെ നട്ട ഒരു നല്ല യജമാനനുണ്ട്. നമ്മോട് തന്നെ നാം ചോദിക്കണം, ഹല്ലേലൂയ അവന് പ്രയോജനമുള്ളവരായി തീരേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഹല്ലേലൂയ, യജമാനന് അവൻ പ്രതീക്ഷയ്ക്കൊത്തൊരു ഫലം കൊടുക്കുവാൻ അവൻ സ്തോത്രം ഈ രാത്രി നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഹല്ലേലൂയ അവൻ സ്തോത്രം ഇന്ന് രാത്രി നമ്മെ അതിനു വേണ്ടി സമർപ്പിപ്പാൻ തക്കവണ്ണം ഇടയാകണം. കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് പ്രതീക്ഷയോടെ ഒരു ഹല്ലേലൂയ അത്തിയുടെ ചുവട്ടിലേക്ക് കടന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് താൻ കടന്നു എന്നറിയാമോ? അമേൻ. വളരെ തളിർപ്പും ഇലയും അമേൻ സ്തോത്രം ഒക്കെ കണ്ടുകൊണ്ടാ താൻ ഇവിടെ കടന്നു. സ്തോത്രം. അമേൻ. ലക്ഷണം വെച്ച് ഹല്ലേലൂയ നോക്കുമ്പോ വളരെ അമേൻ സ്തോത്രം ഫലമുണ്ട് എന്ന് തോന്നിക്കത്തക്ക നിലയിൽ അമേൻ കർത്താവിന്റെ മുമ്പിൽ അമേൻ സ്തോത്രം അമേൻ ഇലയുള്ള അത്തി കാണുവാനായിട്ടിടയായി. വളരെ പ്രതീക്ഷയോടെ കടന്നു എന്നെങ്കിലും അമേൻ നാം ഇങ്ങനെയാ വായിക്കുന്നത്, യാതൊരു ഫലവും അവിടെ കണ്ടില്ല. അനന്തരം നാം കാണുന്നത് സ്തോത്രം യേശു ആ അത്തിയെ അമേ സ്തോത്രം അവരെ നോക്കി ഫലം കാണായികയാൽ അമേ സ്തോത്രം അതിനെ ശപിച്ചു. ഹല്ലേലൂയ. അമേൻ താൻ കടന്നു വരുവാനിടയായി. പിന്നത്തേതിൽ നാം കാണുന്നത് സ്തോത്രം അത് അമേൻ ഉണങ്ങിപ്പോകുവാനിടയായി. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ മൂന്ന് കാര്യമാ. ചെറിയൊരു ചിന്തയാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഒന്ന്, അമേൻ സ്തോത്രം ഈ ലോകത്തിൽ ഈ ആത്മീയ പോർക്കളത്തിൽ നാം ആയിരിക്കുമ്പോ അമേൻ സ്തോത്രം നമ്മെ തകർത്ത് കളയുവാൻ ഹല്ലേലൂയ ശത്രുവായൻ വളരെ പ്രതീക്ഷയോടെ കടന്നു വരും. എന്നാൽ ഹല്ലേലൂയ അവന്റെ സകല പ്രതീക്ഷയിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നാം തന്നെ നിരാശപ്പെട്ട് അമേൻ സ്തോത്രം നാം തന്നെ പരിധി വെച്ച് പലപ്പോഴും ഹല്ലേലൂയ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് ഹല്ലേലൂയ കാണുവാനായിട്ടിടയായി. അവസാനമായി നാം ചിന്തിച്ചത് ഹല്ലേലൂയ ദൈവം നമ്മിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവമക്കളെ, സ്തോത്രം ദൃഷ്ടാന്തമായുള്ള കാര്യങ്ങളെ കേട്ട് കടന്നു പോകുന്നതിനപ്പുറത്തായി ഹല്ലേലൂയ എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്കായി തീരുവാൻ ഇടയായിട്ടുണ്ടോ എന്ന് നാം ഇന്ന് രാത്രി നമ്മോട് തന്നെ ചോദിക്കണം. കേവലം ഹല്ലേലൂയ എന്തെങ്കിലും ഒരു ഭൗതിക നന്മയെ പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ ഒരിക്കലും ഇടയാകരുത്. നമ്മെ വിളിച്ചത് ഹല്ലേലൂയ ഈ ലോകത്തിൽ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ എല്ലാം അനുഭവിച്ച് കുറച്ചുനാൾ ജീവിച്ച് കടന്നു പോകുന്നതിനല്ല, അതിനപ്പുറത്തായി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മെ അയച്ചവൻ, നമ്മെ വിളിച്ചവൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലോകമെമ്പാടും നാം അവന്റെ സാക്ഷികളായി തീരണമെന്ന അവൻ സ്തോത്രം ഫലം കൊടുക്കുന്നവരായി തീരണമെന്ന അവൻ ഈ ദിവസങ്ങളിൽ അതിനായി നമുക്ക് ഒരുങ്ങുവാൻ ഇടയാകണം. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിപ്പാൻ ഇടയാകണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ അവൻ ശത്രുവിന്റെ കെണികളിൽ നിന്നും വിടുവിപ്പാൻ കഴിയുന്ന കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. അവനിൽ ശരണപ്പെട്ട് ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ ജയകരമായ ഒരു ക്രിസ്തീയ ജീവൻ നയിച്ച് അവനോട് ചേർന്ന് ഫലകരമായ ഒരു അനുഭവത്തിനായി വേർതിരിയപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവരോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവരോടും ഉള്ള നന്ദി അറിയിച്ച എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.